നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ 3 PM ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓക്കെ, 3 PM സെക്ഷൻ ഓൾറെഡി ഒരു ടാർഗറ്റ് ഓൾറെഡി മാർക്കറ്റ് പിയിൽ ഹിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് 3 മണിക്ക് ഡൗൺ ആയാൽ മാർക്കറ്റ് 120ലേക്ക് പോരും. നിൽക്കുന്ന 155 നിന്ന് മാർക്കറ്റ് അപ്പായാൽ 165, 177, 185, 202 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി 3 മണിക്ക്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൻ്റെ ചാർട്ട് കൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ രാവിലെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ആ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലുള്ള ലെവലിലേക്ക് പോയി തിരിച്ച് അങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. 15 മിനിറ്റ്സിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഏകദേശം നമ്മൾ പറഞ്ഞ എല്ലാ ടാർഗറ്റും ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ രാവിലത്തെ ലൈവിൽ കഴിഞ്ഞിട്ടൊരു എൻട്രി നമ്മൾ പ്ലാൻ ചെയ്ത് ഈ ഒരു ഭാഗത്തായിരുന്നു. 128 എൻട്രിയാണ് നമ്മൾ എടുത്തത്. അത് ഓൾമോസ്റ്റ് 188 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ മൂവ്മെൻറ്റ് മാർക്കറ്റ് മാക്സിമം പോകാനുള്ള ഒരു ഏരിയ 160 വരെ പോകത്തുള്ളൂ. 160 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ അടുത്ത മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് 137ലേക്ക് തന്നെ മാർക്കറ്റ് വരും. 160യുടെ മുകളിൽ 3 മണിക്കുള്ള മൂവ്മെൻറ്റ് കിട്ടിയാലാണ് ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വരത്തുള്ളൂ. അത് 202 വരെ പോകും. അപ്പോൾ 150ന്ന് മാർക്കറ്റ് സിയിൽ റിവേഴ്സ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് 165 വരെ മാർക്കറ്റ് പോകും. അപ്പോൾ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. ഇപ്പം പ്രീവിയസ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ റിജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. 3 മണിക്ക് ഒരു സഡൻ മൂവ് അപ്പ് സൈഡിലേക്ക് കിട്ടിയ 154 വരെ നോർമൽ രീതിയിൽ മാർക്കറ്റ് പോകും. 154 കഴിഞ്ഞിട്ടേ മാർക്കറ്റിലൊരു ഡയറക്ഷൻ എടുത്ത് ഉണ്ടാകത്തുള്ളൂ. 151 ആയിട്ടുണ്ട്. ഈ മൂവ്മെൻറ്റ് ഒരു 54 വരെ പോകും എന്നുള്ളതാണ്. 54 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പിന്നെ 59ലേക്കായിരിക്കും പോകുന്നത്. 3 മണിയുടെ മൂവ്മെൻറ്റ്. എന്തുകൊണ്ടാണ് ഡൗൺ ആവാത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മമായിട്ട് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്താലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്തായാലും 3 മണി ആവട്ടെ. 3 മണിക്ക് പ്രതീക്ഷിക്കുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ 160 അപ്പ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 202 വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിന് ആദ്യത്തെ ഒരു ഏരിയ എന്ന് വെച്ചാൽ 191 ആണ്. 160 to 191. അതേപോലെ തന്നെ പിയിലെ മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 154 ബ്രേക്ക് ചെയ്യണം. കാരണം പ്രീവിയസ് ആയിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ളൊരു കൺസോൾട്ടേഷൻ സോണാണ് ഈ 154.20 എന്നുള്ളത്. ആ 154.20 എന്തായാലും 153.50 ഒക്കെ ടച്ച് ചെയ്യും. അതിന് മേളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താലാണ് 159, 167, 172 വരെയൊക്കെ മാർക്കറ്റ് പോകത്തുള്ളൂ 3 മണിക്ക്.
ഇപ്പോൾ ഒരു സപ്പോർട്ടിംഗ് സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 3 മണിക്ക് ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ പിന്നെ ഈ സമയത്ത് ഹെഡ്ജ് ചെയ്യാൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 140 139 വരെ വരും. ഒരു 11 പോയിൻ്റ് അവിടെയും പിയിൽ 137, ഒരു 12 പോയിൻ്റ് രണ്ടിലും സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മേ ബി ഒരു 172 22 പോയിൻറ്റ്സ് വരെ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിലിപ്പോൾ SMA സപ്പോർട്ട് എടുക്കുന്നുണ്ട് 3 മണിക്ക്. കാരണം ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. ഏത് സൈഡിലേക്ക് വേണമെങ്കിലും മാർക്കറ്റ് മൂവ് ചെയ്യാം. കാരണം ഇവിടെയും ക്രോസ് ഓവറാണ്, ഇവിടെയും ക്രോസ് ഓവറാണ്. ഒരു ട്രെൻഡ് ഡയറക്ഷൻ നമുക്കിപ്പോൾ കിട്ടുന്നില്ല. ആകെയുള്ളത് 153 ടച്ച് ചെയ്യാനുള്ളൊരു മൂവ്മെൻറ്റ് മാത്രമാണ്. ഓക്കെ, ബ്രേക്ക് 159, അതായത് 153 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 159 163 അടുത്തത് ആ ഏരിയയിൽ വരെ നമുക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 167 172 വരെ ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. 154 ആയിരുന്നു നമ്മൾ പറഞ്ഞൊരു എൻട്രി. 154 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 167 അല്ലെങ്കിൽ 172, 3 ഏരിയാസാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് 167, ഒന്ന് 172. നമ്മുടെ മൂവ്മെൻറ്റ് ഇപ്പോൾ സിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് 154 വരെ 172 വരെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് രണ്ടിലും ഒരു 11 പോയിൻ്റ് വെച്ചിട്ട് ഈവൻ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഒരു എൻട്രി എടുത്താലും 172 വരെ കിട്ടിയാലും 150 ഓക്കെ 172 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. ആ മൂവ്മെൻ്റ് ആണ് കണ്ടിന്യൂ ചെയ്ത് പോയോണ്ടിരിക്കുന്നത്. ഇനിയുള്ളത് 190 അടുത്ത ടാർഗറ്റ്. അതായത് മാർക്കറ്റ് ഈ ബോക്സിൽ നിന്ന് വീണ്ടും റിവേഴ്സായി കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് ഫ്യൂച്ചറിൽ മൂവ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു. നമ്മൾ 154 തൊട്ട് 177 ആണ്. അതൊരു 172-ൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് സേഫ് ആയിട്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മേ ബി 190 വരെ അല്ലെങ്കിൽ ഇവിടം വരെയൊക്കെ ഉള്ളൂ. കാരണം ഇവിടെ ഒരു റിജക്ഷൻ ഉണ്ട്. 180 ഒരു റിജക്ഷൻ ഏരിയ ആണ്. 180 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 190-ലേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. നമ്മളവിടെ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മൾ പറഞ്ഞത് രണ്ടും ഒരു 11 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചാലും മാർക്കറ്റ് 200-ലേക്ക് എക്സ്പാൻഷൻ ചെയ്തിട്ടാണ് ഓൾറെഡി നിൽക്കുന്നത്. 184 ഇപ്പോൾ 180-ൽ ട്രെയിൽ ചെയ്ത് വെക്കുക. ഇവിടെ 115-ലേക്കാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. 115-ലേക്ക് 189 190 ആ മൂവ്മെൻറ്റ് ഏകദേശം ഒക്കെ. കാരണം ഇവിടെ 115 ഞാൻ 115 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് മാർക്കറ്റ് ഇവിടെ 200 റീച്ച് ചെയ്യത്തുള്ളൂ. അതിൻ്റെ താഴെ ഏകദേശം 115-ൻ്റെ ഭാഗത്തേക്കാണ് മാർക്കറ്റ് എത്തിയത്. ഏത് നിമിഷവും മാർക്കറ്റ് തിരിച്ചു. അപ്പോൾ മാക്സിമം ടൈറ്റ് ചെയ്ത് ഇടണം. കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള സംരംഭം കിടപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു റിജക്ഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ 190 എന്നുള്ളൊരു 185 180 185-ലേക്കൊക്കെ ട്രെയിൽ ചെയ്ത് വെക്കാം. കാരണം ഇപ്പുറത്ത് 115 ടച്ച് ചെയ്തിട്ടുണ്ട്. ആ 115 അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയാൽ തിരിച്ചു പോരും. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് മാർക്കറ്റ് ടച്ച് ചെയ്യുന്നത് 191.
ഇവിടെ 115 വരെ വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ പറഞ്ഞത്. 115 വരെ വരുമ്പോഴത്തേക്കും അപ്പുറത്ത് അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് 115 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ആദ്യം ഒരു റിജക്ഷൻ ആവും. കാരണം ഏത് സമയത്തും മാർക്കറ്റ് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ഈസി ആയിട്ട് കണക്കാക്കി ഇനി 115 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് 195ലേക്ക് പോകത്തുള്ളൂ. എന്നാലും വളരെ സേഫായിട്ടുള്ളതാണ്. 115 റീച്ച് ചെയ്തപ്പോഴത്തേക്കും ഈസി ആയിട്ട് 190 നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അത് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ 195ലേക്ക് മാർക്കറ്റ് മൂവ് ആവും. ഇനി പോകാതിരിക്കാം. നമ്മളുടെ സേഫായിട്ടുള്ളൊരു ടാർഗറ്റ് 195 ഈസി ആയിട്ട് റീച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വല്ലപ്പോഴും കൂടെ കിട്ടുന്ന അവസരങ്ങളാണ്. ഇതൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, കാരണം 115 ഒരു സപ്പോർട്ടും കൂടെ താഴെ ഉണ്ട് ചെറുതായിട്ട്. അതായത് 115 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 110ഉം കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ മേ ബി ആ 110ലേക്ക് 115 ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 195 റീച്ച് ചെയ്യും. അതെന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ 115 പിയിൽ ബ്രേക്ക് ചെയ്ത് പോന്നാൽ 110ലേക്ക് വരും. 110ലേക്ക് പോന്നാൽ ഇപ്പുറത്ത് 195 റീച്ച് ചെയ്യും. 195 റീച്ച് ചെയ്തു. കുറച്ചും കൂടെ 190 കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ 200 ആണ്. 195 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 200ലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. കുറച്ചും കൂടെ ഒന്ന് താഴത്തേക്ക് വരാനുണ്ട്. 110 ഒരു സപ്പോർട്ടിങ് സോണാണ്. അതുകൊണ്ട് ആ ഫ്ലോയും കൂടെ വന്നു കഴിഞ്ഞാൽ ഓക്കെ. 195, 197, 200. ഓക്കെ, എൻ്റെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ, നോ വറി. ഇനി അവിടെ നിന്നും മേലോട്ട് പോയി കഴിഞ്ഞാൽ 215ലേക്കായിരിക്കും മാർക്കറ്റ് പോണേ. അവിടെ ഒരു വൈറ്റ് ഡോട്ടും ഉണ്ട്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് 200 എന്ന് പറയുന്നത്. ഇനിയും കിടപ്പുണ്ടല്ലോ താഴത്തോട്ട്. 99 വരെ വരാൻ കിടപ്പുണ്ട്. അപ്പോൾ 215 വരെ സ്വാഭാവികമായിട്ട് പോയേക്കാം. 205, 27, 99ലേക്ക് ഫാളാണ്. ഒരു 1.5 ഫാളായിരുന്നു. 215 ഫൈനൽ ടാർഗറ്റ്. ഇതൊക്കെ നമ്മൾ രാവിലെ വരച്ച് വെച്ചേക്കണതാ. 210 മതിയാക്കാം. പൊട്ടിക്കും കൂടെ താഴത്തേക്ക് ഇറങ്ങട്ടെ. ഓക്കെ, 215 ഫൈനൽ ടാർഗറ്റ്. ഇനി അങ്ങോട്ട് പോകാനായിട്ടാണ്. 215 ഫൈനൽ ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം. അതായത് ഇത് കറക്റ്റായിട്ട് ഇത് ഇവിടെ വന്ന് ഇടിച്ചു. മാർക്കറ്റ് 219 വരെ പോയിട്ടുണ്ട്. ട്രെയിൽ ചെയ്ത് 217 2 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഡൺ. ട്രെയിൽ ചെയ്ത് അങ്ങ് പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. സ്വപ്നങ്ങളിൽ മാത്രമാണ് ഇങ്ങനത്തെ ചില മൂവ്മെൻ്റൊക്കെ. പണ്ട് 3 മണി മാത്രം ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ എല്ലാ ടാർഗറ്റും നമ്മുടെ റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിവേ, കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്കോ, അല്ലെങ്കിൽ ലൈവിൽ ഇതേപോലെ വ്യൂ പറയുമ്പോൾ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്കോ നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എനിവേ, ഓൾ ദി ബെസ്റ്റ്.